ഹായ് ഓൾ, വെൽക്കം ടു സൈലം. ഇന്ന് നമുക്ക് സ്റ്റാഫ് സെലക്ഷൻ കമ്മീഷൻ നടത്തുന്ന CPO അഥവാ സെൻട്രൽ പോലീസ് ഓർഗനൈസേഷൻ എക്സാമിന്റെ കംപ്ലീറ്റ് ഡീറ്റെയിൽസ് ഒന്ന് നോക്കാം. സോ എന്താണ് SSC CPO എക്സാം? SSC CPO എക്സാം നടത്തുന്നത് പ്രധാനമായിട്ടും 3 തസ്തികകൾ ഫില്ല് ചെയ്യാനാണ്. നമുക്ക് നോക്കാം ഏതൊക്കെയാണ്. സബ് ഇൻസ്പെക്ടർ ഇൻ ഡൽഹി പോലീസ്, സബ് ഇൻസ്പെക്ടർ ഇൻ CAPF, അതുപോലെ തന്നെ ASI ഇൻ CISF. ഇനി CAPF എന്ന് പറയുമ്പോൾ അതിൽ വേരിയസ് ഓർഗനൈസേഷൻ ഇൻക്ലൂഡഡ് ആണ്. നമുക്ക് ഏതൊക്കെയാണെന്ന് നോക്കാം. അപ്പോൾ CAPF എന്ന് പറഞ്ഞാൽ നമുക്കറിയാം സെൻട്രൽ ആം പോലീസ് ഫോഴ്സസ് ആണ്. അതിനകത്ത് ആസാം റൈഫിൾസ് വരും, AR, ബോർഡർ സെക്യൂരിറ്റി ഫോഴ്സ് BSF, CISF അല്ലെ സെൻട്രൽ ഇൻഡസ്ട്രിയൽ സെക്യൂരിറ്റി ഫോഴ്സ്, CRPF സെൻട്രൽ റിസർവ് പോലീസ് ഫോഴ്സ്, അതുപോലെ ITBP, NSG, SSB ഇതെല്ലാം ഇതിന് അകത്ത് വരുന്ന ഓർഗനൈസേഷൻസ് ആണ്. റൈറ്റ്. ഇനി എക്സാം എഴുതണമെങ്കിൽ നമുക്ക് ഏതെങ്കിലും ഒരു സബ്ജക്റ്റിൽ ഒരു ഡിഗ്രി അനിവാര്യമാണ്. സോ ക്വാളിഫിക്കേഷൻ എന്ന് പറയുന്നത് എനി ഡിഗ്രി ആണ്. ഏജ് ലിമിറ്റിലോട്ട് വരുമ്പോൾ മിനിമം 20 ഏജ് നമുക്കായിരിക്കണം. അപ്പോൾ മിനിമം പ്രായം എന്ന് പറയുന്നത് എന്താ? 20 വയസ്സാണ്. മാക്സിമം ഏജ് ലിമിറ്റ് എന്ന് പറയുന്നത് ജനറൽ ആണെങ്കിൽ 25, OBC ആണെങ്കിൽ 28, SC ST ആണെങ്കിൽ 30 എന്നുള്ള രീതിയിലാണ്. സാലറിയിലോട്ട് വരുമ്പോൾ ലെവൽ 6 ആണ് പേ സ്കെയിൽ എന്ന് പറയുന്നത്. അതായത് 35,400 മുതൽ 1,12,400 എന്നുള്ള പേ സ്കെയിലാണ് നമുക്കിവിടെ ജോലി ലഭിക്കുക. അപ്പോൾ ഇനി നമുക്ക് അറിയേണ്ടത് എങ്ങനെയാണ് ഇവിടുത്തെ സെലക്ഷൻ പ്രോസസ്സ് എന്നുള്ളതാണ് അല്ലേ. അപ്പോൾ നമുക്ക് പ്രധാനമായിട്ടും 4 സ്റ്റേജസ് ത്രൂ ആണ് നമുക്കിവിടെ റിക്രൂട്ട്മെന്റ് നടക്കുക. അപ്പോൾ ആദ്യം എന്ന് പറയുന്നത് പേപ്പർ 1 ആണ്. ഒരു കമ്പ്യൂട്ടർ ബേസ്ഡ് എക്സാം ആണ്, CBT അല്ലേ. പേപ്പർ 1 നമ്മൾ ക്വാളിഫൈ ചെയ്ത് കഴിഞ്ഞാൽ പിന്നീട് നമുക്ക് ഉണ്ടായിരിക്കുക ഫിസിക്കൽ സ്റ്റാൻഡേർഡ് ടെസ്റ്റ് PST, അതുപോലെ തന്നെ ഫിസിക്കൽ എൻഡ്യൂറൻസ് ടെസ്റ്റ് PET ആണ്. അപ്പോൾ ഫിസിക്കൽ ടെസ്റ്റ് നമ്മൾ ക്വാളിഫൈ ചെയ്ത് കഴിഞ്ഞാൽ പിന്നീട് നമുക്ക് പേപ്പർ 2 അഗെയിൻ കമ്പ്യൂട്ടർ ബേസ്ഡ് ആയിട്ടുള്ള എക്സാം ആണ്. നമ്മൾ അത് എഴുതണം. ആൻഡ് അവസാനം നമുക്ക് മെഡിക്കൽ എക്സാമിനേഷൻ ആണ്. അപ്പോൾ ആദ്യം പേപ്പർ 1 ആണ്. പേപ്പർ 1ന് ഏതൊക്കെ സബ്ജക്റ്റുകളാണ് നമുക്ക് നോക്കാം. സോ പേപ്പർ 1ൽ 4 സബ്ജക്റ്റ് ആണ് നമുക്ക് ഉണ്ടാവുക. നമുക്കിവിടെ കാണാം. ജനറൽ ഇന്റലിജൻസ് ആൻഡ് റീസണിങ് 50 ചോദ്യങ്ങളാണ്, മാക്സിമം 50 മാർക്കാണ്. റൈറ്റ്. ജനറൽ നോളേജ് ആൻഡ് ജനറൽ അവയർനെസ് അഗെയിൻ 50 ചോദ്യങ്ങളാണ് ഉണ്ടാവുക, മാക്സിമം 50 മാർക്ക് തന്നെയാണ്. ക്വാണ്ടിറ്റേറ്റീവ് ആപ്റ്റിറ്റ്യൂഡ് അല്ലെ, മാത്സ് അഗെയിൻ 50 ചോദ്യങ്ങളാണ്, മാക്സിമം 50 മാർക്കാണ്. ദെൻ ഇംഗ്ലീഷ് 50 ചോദ്യങ്ങളാണ്, 50 മാർക്കാണ് മാക്സിമം. ടോട്ടൽ ടൈം എന്ന് പറയുന്നത് 2 മണിക്കൂറാണ്. അപ്പോൾ നമുക്കറിയാം ഒരു ചോദ്യത്തിന് 1 മാർക്ക്, അങ്ങനെ 200 ചോദ്യങ്ങൾ ഉണ്ടാവും. 200 മാർക്കിലായിരിക്കും 2 മണിക്കൂറാണ് ടൈം ലിമിറ്റ് എന്ന് പറയുന്നത്. ഇനി ഒരു റോങ് ആൻസറിന് നെഗറ്റീവ് മാർക്കിംഗ് ഉണ്ട്, 0.25 മാർക്ക് ഡിഡക്റ്റ് ചെയ്യും. അപ്പോൾ ഒരു തെറ്റായിട്ടുള്ള ആൻസറിന് 0.25 അല്ലെ 1/4 ഓഫ് 1 മാർക്ക് എന്നുള്ള രീതിയിൽ നമ്മുടെ കയ്യിൽ നിന്ന് ഡിഡക്റ്റും ചെയ്യും. അപ്പോൾ പേപ്പർ 1 കമ്പ്യൂട്ടർ ബേസ്ഡ് ആയിട്ടുള്ള ഒരു എക്സാം ആണ്. ഇത് നമ്മൾ ക്വാളിഫൈ ചെയ്ത് കഴിഞ്ഞാൽ പിന്നീട് നമുക്ക് PETയും PSTയും ആണ് ഉണ്ടാവുക. അപ്പോൾ ആദ്യം ഫിസിക്കൽ സ്റ്റാൻഡേർഡ് ടെസ്റ്റ് എന്ന് പറയുമ്പോൾ നമ്മുടെ മെഷർമെന്റ്സ് എല്ലാം റിക്വയർഡ് രീതിയിലായിരിക്കണം. ഫോർ എക്സാമ്പിൾ നമുക്കിവിടെ അറിയാം മെയിൽ കാൻഡിഡേറ്റ് ആണെങ്കിൽ ഹൈറ്റ് 170 അല്ലെ, ചെസ്റ്റ് എക്സ്പാൻഡഡ് അൺഎക്സ്പാൻഡഡ്. അപ്പോൾ അതിലോട്ട് ഞാൻ വളരെ ഡീറ്റെയിൽ ആയിട്ട് പോകുന്നില്ല, ഓൾറെഡി നമുക്കിവിടെ സ്ലൈഡിൽ കാണുന്നതാണ്. സോ ഈ രീതിയിൽ നമ്മളിതെല്ലാം ഈ റിക്വയർമെന്റ്സ് മീറ്റ് ചെയ്തിരിക്കണം. ഓക്കെ അല്ലേ. പിന്നീട് വരുന്നത് PET ആണ്, ഫിസിക്കൽ എൻഡ്യൂറൻസ് ടെസ്റ്റ് ആണ്. അപ്പോൾ നമ്മളൊരു മെയിൽ കാൻഡിഡേറ്റ് ആണെങ്കിൽ 100 meter race in 16 seconds, 1.6 kilometers race in 6.5 minutes, long jump അല്ലെ 3.65 meter in 3 chances, high jump 1.2 meter in 3 chances, short put ആണെങ്കിൽ 16 LBS ആണ്, 4.5 meter in 3 chances എന്നുള്ള രീതിയിലാണ്. സോ LBS എന്ന് പറയുമ്പോൾ അറൌണ്ട് 7.257 കിലോഗ്രാം എന്നുള്ള രീതിയിലായിരിക്കും ഷോർട്ട് പുട്ട് ഉണ്ടായിരിക്കുക. ദിസ് ഇസ് ഫോർ മെയിൽ കാൻഡിഡേറ്റ്സ്. ഇനി നമ്മൾ ഒരു ഫീമെയിൽ കാൻഡിഡേറ്റ് ആണെങ്കിൽ എന്തൊക്കെയാണ് നമുക്ക് ഉണ്ടാവുക? 100 meter race in 18 seconds, 800 meter race in 4 minutes, long jump 2.7 meter in 3 chances, high jump 0.9 meter in 3 chances എന്നുള്ള രീതിയിലായിരിക്കും. ഓക്കെ അല്ലേ. സോ ഇതാണ് നമ്മുടെ ഫിസിക്കൽ എൻഡ്യൂറൻസ് ടെസ്റ്റ് എന്ന് പറയുന്നത്. ഇതും നമ്മൾ ക്വാളിഫൈ ചെയ്ത് കഴിഞ്ഞാൽ പിന്നീട് നമുക്ക് പേപ്പർ 2 ആണ്. സോ പേപ്പർ 2ന്റെ പ്രത്യേകത എന്ന് പറയുന്നത് ഇവിടെ നമുക്ക് ഇംഗ്ലീഷ് മാത്രമേ ഉള്ളൂ. 200 ചോദ്യങ്ങളാണ് ഉണ്ടാവുക. മാക്സിമം മാർക്ക് എന്ന് പറയുന്നത് 200 തന്നെയാണ്, വിച്ച് മീൻസ് ഒരു ചോദ്യത്തിന് 1 മാർക്ക് എന്നുള്ള രീതിയിൽ തന്നെയാണ്. മാത്രമല്ല ടോട്ടൽ ടൈം എന്ന് പറയുന്നത് 2 മണിക്കൂറാണ്.
സോ 2 മണിക്കൂർ 200 ചോദ്യം 200 മാർക്ക് എന്നുള്ള രീതിയിലാണ്. മാത്രമല്ല ഒരു തെറ്റായ ആൻസറിന് നെഗറ്റീവ് മാർക്കിംഗ് ഉണ്ട്, 0.25 മാർക്ക് ഡിഡക്റ്റും ചെയ്യും. പിന്നെ ഇവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് പേപ്പർ 1-ൻ്റെയും പേപ്പർ 2-ൻ്റെയും മാർക്ക് കമ്പൈൻ ചെയ്തിട്ടാണ് ഫൈനൽ ലിസ്റ്റ് അവർ തയ്യാറാക്കുക. അപ്പോൾ ഇത് നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. ഇനി ഇവിടെ നിങ്ങൾ NCC സർട്ടിഫിക്കറ്റ് നിങ്ങൾക്കുണ്ടെങ്കിൽ ഇവിടെ നമുക്ക് ബോണസ് മാർക്ക് പ്രൊവൈഡ് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ നമുക്കിവിടെ കാണാം NCC C സർട്ടിഫിക്കറ്റ് ആണെങ്കിൽ 10 മാർക്കായിരിക്കും ബോണസ് ആയിട്ട് കിട്ടുക. NCC B സർട്ടിഫിക്കറ്റ് ആണെങ്കിൽ 6 മാർക്കായിരിക്കും. NCC A സർട്ടിഫിക്കറ്റ് ആണെങ്കിൽ 4 മാർക്ക് എന്നുള്ള രീതിയിലായിരിക്കും ബോണസ് മാർക്ക് കിട്ടുക. അപ്പോൾ നമുക്കതൊരു ആഡ് ഓൺ ആണ്, ഒരു അഡ്വാൻറ്റേജ് ആണ് അല്ലേ. അപ്പോൾ നിങ്ങൾക്കതുണ്ടെങ്കിൽ വളരെ നല്ലൊരു കാര്യമാണ്, നമുക്ക് കുറച്ചുകൂടെ എളുപ്പമായിരിക്കും നമുക്ക് പറയാം. അപ്പോൾ നിങ്ങളുടെ ആഗ്രഹം നമ്മുടെ സെൻട്രൽ ഗവൺമെൻറ്റിൽ ഒരു യൂണിഫോം പോസ്റ്റ് ആണെങ്കിൽ, അതും ഒരു SI ലെവലിലുള്ള പോസ്റ്റാണ് നിങ്ങൾക്ക് വേണ്ടതെങ്കിൽ, നിങ്ങൾക്കൊരു പോലീസുകാരനാകണമെങ്കിൽ ഇനി നിങ്ങൾക്ക് SSC CPO ആണ് ഏറ്റവും നല്ല ഓപ്പർച്യൂണിറ്റി എന്ന് പറയുന്നത്. അപ്പോൾ അതിനായിട്ട് ഓഫ് കോഴ്സ് നമുക്കിവിടെ റിട്ടേൺ അല്ലെങ്കിൽ CBT ഓഫ് കോഴ്സ് അല്ലേ, CBT എക്സാം ഉണ്ട്, അതുപോലെ തന്നെ നമ്മുടെ ഫിസിക്കൽ ടെസ്റ്റും ഉണ്ട്. ഫിസിക്കൽ നിങ്ങളുടെ കയ്യിലാണ്, ബട്ട് അഗെയിൻ ഈ പറയുന്ന കമ്പ്യൂട്ടർ ബേസ്ഡ് എക്സാം CBT ഞങ്ങളുടെ കയ്യിലാണ്, സൈലത്തിൻ്റെ കയ്യിലാണ്. അപ്പോൾ നിങ്ങൾക്ക് ഈ പറയുന്ന കാര്യങ്ങളെല്ലാം ഡിസ്കസ് ചെയ്യാൻ, അതായത് നമ്മുടെ ഇംഗ്ലീഷും റീസണിങ്ങും മാത്സും GAയും എല്ലാം കവർ ചെയ്തുകൊണ്ട് നമ്മളുടെ ബാച്ച് SSC CPO ചാമ്പ്യൻസ് ബാച്ചാണ്. സോ കോഴ്സ് ഫീസ് എന്ന് പറയുന്നത് 2,999 രൂപയാണ്. നമുക്കറിയാം 400+ ലൈവ് ക്ലാസ്സസ്, ഡെയിലി 2 to 4 ക്ലാസ് ആയിരിക്കും ഉണ്ടായിരിക്കുക, വീക്ക്ലി 5 to 6 ഡേയ്സ് ക്ലാസ് ഉണ്ടായിരിക്കുന്നതാണ്. ഓക്കെ അല്ലേ? അപ്പോൾ നിങ്ങളുടെ സ്വപ്നത്തിലോട്ട് എത്താൻ ഇനി ഒട്ടും വൈകിക്കേണ്ട, എത്രയും പെട്ടെന്ന് തന്നെ ഈ ബാച്ചിലോട്ട് ജോയിൻ ചെയ്യുക. നമുക്കിനി ലൈവ് ക്ലാസ്സസിൽ കാണാം.